നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബുധൻ്റെ മാറ്റത്തിനെ പറ്റിയാണ് നമ്മളിവിടെ ഇന്ന് പരിശോധിക്കുന്നത്. 12 രാശികളിലും ബുധൻ സ്വാധീനം ചെലുത്തും. ചിലർക്ക് ഭാഗ്യം അനുകൂലമാകും, ചിലർക്ക് വളരെയധികം ഭാഗ്യം വന്നു ചേരുന്നതായിരിക്കും. ആരൊക്കെയാണ് ഇവർ എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത്. 2024 ജനുവരി 2 വൃശ്ചികം രാശിയിൽ ബുധൻ നേർരേഖയെത്തുകയും ജനുവരി 7 വീണ്ടും ധനുരാശിയിലേക്ക് മാറുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യത്തിൽ വൃശ്ചികം രാശിയിലെ ബുധൻ്റെ മാറ്റം 12 രാശിയിലെയും ആളുകൾക്ക് ഐശ്വര്യവും അതുപോലെ തന്നെ ശുഭകരമായ ഫലങ്ങളും ഉണ്ടാക്കുവാൻ പോകുന്നു. ചിലർക്ക് അല്പം മോശമായിരിക്കും. ഇതിൽ ആർക്കൊക്കെ ഗുണകരമായിരിക്കും, ആർക്കൊക്കെ ദോഷകരമായിരിക്കും എന്നതിനെപ്പറ്റി വിശദമായി നമുക്ക് പരിശോധിക്കാം. വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക ആദ്യകാൽ ഭാഗം മേടം രാശിക്കാർക്ക് മികച്ച സമയമായിരിക്കും. എന്നാൽ ഈ സമയത്ത് അമിതമായി പണം ചിലവഴിക്കുന്നത് ഒഴിവാക്കണം. അമിതമായ സംസാരം നിയന്ത്രിക്കണം. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് തർക്കിക്കുവാൻ നിൽക്കരുത്. ആരോഗ്യം ശ്രദ്ധിക്കുക. ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക. അടുത്തത് ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി അതുപോലെ തന്നെ മകയിരം ആദ്യ അരഭാഗം. ബുധൻ്റെ ഈ മാറ്റം നിങ്ങൾക്ക് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. പങ്കാളിയിൽ നിന്നും പിന്തുണ ലഭിക്കും. പുതിയ വരുമാന മാർഗം ലഭിക്കും. തൊഴിൽ ചെയ്യുന്നവർക്ക് സമയം അനുകൂലമാണ്. ഇഷ്ടജോലി ചെയ്യാനുള്ള അവസരം ലഭിക്കും. പൊതുവെ മികച്ച സമയമായിരിക്കും ഇടവം രാശിക്കാർക്ക്. അടുത്തത് മിഥുനം രാശിയിൽപ്പെട്ട മകയിരം അവസാന അരഭാഗം, തിരുവാതിര അതുപോലെ തന്നെ പുണർതം ആദ്യ മുക്കാൽ ഭാഗം. ബുധൻ്റെ മാറ്റം സമ്മിശ്രമായിരിക്കും. മിഥുനം രാശിക്കാർക്ക് ചെലവുകൾ നിയന്ത്രിക്കണം. പുതിയ ജോലികളൊന്നും ആരംഭിക്കരുത് ഈ സമയത്ത്. ഉപയോഗശൂന്യമായ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. അപരിചിതരെ ആരെയും വിശ്വസിക്കാതെ ഇരിക്കുക. ആരോഗ്യം ശ്രദ്ധിക്കുക. അടുത്തത് കർക്കിടകം രാശിയിൽപ്പെട്ട പുണർതം അവസാന കാൽഭാഗം, പൂയം അതുപോലെ തന്നെ ആയില്യം. കർക്കിടകം രാശിയിലുള്ള ആളുകൾക്ക് ഈ മാറ്റം ഭാഗ്യം തെളിയിക്കുന്നതായിരിക്കും. ഈ കാലയളവിൽ ബുദ്ധിശക്തി വർദ്ധിക്കും. സന്താന സൗഭാഗ്യം ലഭിക്കും. പങ്കാളിയുമായി എവിടെയെങ്കിലും ഒക്കെ യാത്രകളും മറ്റും പോകുവാൻ സാധിക്കും. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയിക്കുവാൻ ഈ കാലയളവിൽ സാധിക്കും. അടുത്തത് ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം ആദ്യകാൽ ഭാഗം. ചിങ്ങം രാശിക്കാർക്കും ശുഭകരമായിരിക്കും. സമൂഹത്തിൽ വളരെയധികം ബഹുമാനവും മറ്റും ലഭിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ലഭിക്കും. കരിയറിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഭാഗ്യത്തിൻ്റെ പരിപൂർണമായ പിന്തുണ ഈ കാലയളവിൽ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് കന്നിരാശിയിൽപ്പെട്ട ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം അതുപോലെ തന്നെ ചിത്തിര ആദ്യ അരഭാഗം. കന്നിരാശിക്കാർക്ക് അല്പം കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരിക്കും. ജോലിസ്ഥലത്ത് ജോലിഭാരം വർദ്ധിച്ചേക്കാം. ജോലിക്കായി യാത്ര ചെയ്യുന്നുവെങ്കിൽ അത് അല്പം കുറയ്ക്കുന്നത് നന്നായിരിക്കും. യാത്രകൾ ഒരുപാട് നിങ്ങൾക്ക് ഈ വർഷം അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിന് മുൻപ് തീർച്ചയായും അറിവുള്ളവരുടെയോ മുതിർന്നവരുടെയോ അഭിപ്രായം തേടിയതിനു ശേഷം മാത്രം മുൻപോട്ട് പോവുക. അടുത്തത് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര അവസാന അരഭാഗം അതുപോലെ തന്നെ ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാർക്ക് ശുഭകരമായിരിക്കും. വീട്ടിലെ അന്തരീക്ഷം സുഖകരമായിരിക്കും. കുടുംബത്തിൽ മംഗള കർമ്മങ്ങൾ സംഘടിപ്പിക്കുവാൻ നേതൃത്വം നൽകുവാനും സാധിക്കും. എന്നാൽ എതിരാളികളിൽ നിന്നും അകന്ന് നിൽക്കുന്നത് നന്നായിരിക്കും. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ ഈ കാലയളവിൽ സാധിക്കും. നിക്ഷേപത്തിന് അനുകൂലമായ സമയമാണ് തുലാം രാശിക്കാർക്ക്. അടുത്തത് വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം അവസാന കാൽഭാഗം, അനിഴം അതുപോലെ തന്നെ തൃക്കേട്ട.
വൃശ്ചികം രാശിക്കാർക്ക് ഈ സമയം ശ്രദ്ധിക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ നേരിടേണ്ടി വന്നേക്കാം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്നത് ദോഷം ചെയ്യും. അതുപോലെ ഇണയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ആരോഗ്യത്തെക്കുറിച്ച് ജാഗ്രത പാലിക്കുക. അശ്രദ്ധ ഒഴിവാക്കുക. അടുത്തത് ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം, ആദ്യകാൽ ഭാഗം. ധനുരാശിക്കാർക്ക് ഈ കാലയളവിൽ ഭാഗ്യത്തിൻ്റെ പരിപൂർണമായ പിന്തുണ ലഭിക്കുന്നതായിരിക്കും. പ്രണയിക്കുന്നവർക്ക് പ്രണയിതാവുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുവാൻ സാധിക്കും. സാമ്പത്തികമായ നേട്ടം വന്നു ചേരുകയും 10 മടങ്ങായി വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും. കുടുംബങ്ങളുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ഊഷ്മളവും അതുപോലെ തന്നെ സൗഹാർദ്ദപരവും ആകുന്നതായിരിക്കും. അടുത്തത് മകരം രാശിയിൽപ്പെട്ട ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അതുപോലെ തന്നെ അവിട്ടം ആദ്യ അരഭാഗം. ഈ സമയം മകരം രാശിക്കാർക്ക് വരുമാനം വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും. ജോലിയിലും മറ്റും വിജയം കൈവരിക്കും. മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാക്കുവാൻ സാധിക്കും. പങ്കാളിയിൽ നിന്നും പിന്തുണ ലഭിക്കും. കഠിനാധ്വാനത്തിൻ്റെ ഫലം തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും. ബിസിനസ് വഴി ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തത് കുംഭം രാശിയിൽപ്പെട്ട ഔട്ടം അവസാന അരഭാഗം, ചതയം, അതുപോലെ തന്നെ പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശിക്കാർക്ക് ഈ സമയം ഭാഗ്യം തെളിയാൻ പോകുന്നതാണ്. 2024 കരിയറിൽ മറ്റും നിങ്ങൾക്ക് മികച്ച വിജയം നേടുവാൻ സാധിക്കും. പുതിയ എന്തെങ്കിലും പഠിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ പുരോഗമനത്തിനായുള്ള ധാരാളം അവസരങ്ങൾ വന്നു ചേരും. ബിസിനസ്സിൽ മികച്ച ലാഭം നേടുവാൻ ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും. ആരോഗ്യപരമായി മികച്ച സമയമായിരിക്കും. അതുപോലെ തന്നെ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രശംസയും അതുപോലെ തന്നെ അവാർഡുകളും മറ്റും ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നതായിരിക്കും. അവസാനമായി മീനം രാശിയിൽപ്പെട്ട പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, അതുപോലെ തന്നെ രേവതി. മീനം രാശിയിലുള്ളവർ ഈ സമയം ശ്രദ്ധിക്കണം. കാരണം ജോലിസ്ഥലത്ത് ജോലിഭാരം ഇരട്ടിയായേക്കാം. അതുപോലെ തന്നെ കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. അതൊന്ന് ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. കൂടാതെ തന്നെ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും. ജീവിതശൈലി രോഗങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവെ വീട്ടിൽ പിരിമുറുക്കത്തിൻ്റെ ഒരു അന്തരീക്ഷം ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ സമയോചിതമായ ഇടപെടലുകൾ കാരണം ഇതൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കുന്നതും ആയിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.